കൃപാസനം മാതാവ് നേരിട്ട് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ ഒരു സാക്ഷിയായി നിങ്ങളുടെ മുന്നിൽ നിർത്തിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതാനുഭവത്തിലേക്ക് ഞങ്ങൾ കടക്കട്ടെ. എൻ്റെ പേര് ടോയ് തോമസ്. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മണ്ണുത്തി എന്ന പ്രദേശത്തു നിന്നും വരുന്നു. ഞാൻ തൃശ്ശൂർ സെൻറ്റ് തോമസ് കോളേജിൽ അസോസിയേറ്റ് പ്രൊഫസറായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ ഭാര്യ റോസ്മിൻ തോമസ് ഹൈസ്കൂൾ വിഭാഗത്തിൽ ഗവൺമെൻറ് സെക്ടറിൽ ഹൈസ്കൂൾ അധ്യാപികയായി ജോലി നോക്കുന്നു. വളരെ സാധാരണമായ ഒരു കുടുംബജീവിതമായിരുന്നു ഞങ്ങളുടേത് കഴിഞ്ഞ മാർച്ച് മാസം വരെ. കഴിഞ്ഞ മാർച്ച് മാസം ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. മൂത്ത മകൻ ചെന്നൈയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു PG. രണ്ടാമത്തെ മകൻ +2 എക്സാമിന് കഴിഞ്ഞ വർഷം എഴുതാൻ തയ്യാറെടുക്കുന്ന സമയത്ത് ഞാൻ കോളേജിൻ്റെ തിരക്കുകളുമായിട്ട് വളരെ വേഗത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നു. കോളേജിൻ്റെ പ്രവർത്തനങ്ങളുമായിട്ട് മിക്കവാറും യാത്രകളായിരിക്കും. കാരണം കായിക വിഭാഗത്തിൽ സെൻറ്റ് തോമസ് കോളേജിനെ സംബന്ധിച്ച് ഒരുപാട് തിരക്കുകളുള്ള ഒരു വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഞങ്ങളുടെ ജീവിതം വളരെ ഫാസ്റ്റായിട്ട് മുന്നോട്ട് പോകുന്നു. SLC ഡ്യൂട്ടി മറ്റൊരു സ്കൂളിൻ്റെ ചാർജ് എൻ്റെ ഭാര്യയ്ക്കുണ്ടായിരുന്നു. ഇതിനിടയിൽ ചെറിയൊരു പുറം വേദന കണ്ടപ്പോൾ നമ്മൾ ഡോക്ടറെ കാണുവാനായിട്ട് പോയി. ഡോക്ടറെ കണ്ട് ഡോക്ടർ നീര് ഇറങ്ങുന്നതായിരിക്കും എന്ന ധാരണയിൽ മരുന്നെഴുതി. പോരാൻ നേരത്ത് ഞാൻ നമ്മളുടെ കയ്യിൽ ഓൾറെഡി ടെസ്റ്റ് ചെയ്തിരുന്ന കൊളസ്ട്രോൾ, ഷുഗർ തുടങ്ങിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്തിരുന്ന പേപ്പർ ഡോക്ടറെ കാണിച്ചു. യാദൃശ്ചികമായിട്ട് കാണിച്ചതാണ്. ഇത് കണ്ടപ്പോൾ കൊളസ്ട്രോൾ കൂടുതലുള്ളത് കൊണ്ട് ഡോക്ടർ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കാത്തത്? അപ്പോൾ പറഞ്ഞു തൈറോയിഡ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഡോക്ടർ കഴുത്തിൽ നോക്കിയപ്പോൾ കഴുത്തിൽ ചെറിയൊരു മുഴ ലിംഫ് നോഡ് കാണുവാനിടയായി. അതാണ് സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വൈദ്യൻ വഴി നമ്മൾക്ക് ഒരു അടയാളം തരുന്നത്. ആ ലിംഫ് നോഡ് കണ്ട ഡോക്ടർ പറഞ്ഞു ഇന്ന് തന്നെ സ്കാൻ ചെയ്യണം. സ്കാൻ ചെയ്യാനായിട്ട് നമ്മൾ പോയി. പിറ്റേ ദിവസം സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് നമ്മൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിൽ പോയി ഡീറ്റെയിൽഡായിട്ടുള്ള ചെക്കപ്പ് നടത്തണം എന്നുള്ളത്. പക്ഷേ നമ്മൾക്ക് സാധാരണഗതിക്ക് എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഞങ്ങളും ചിന്തിച്ചു കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഞങ്ങൾ വീണ്ടും ജോലിയിലേക്ക് കടന്നു. പക്ഷേ മാർച്ച് 13 ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് രാജഗിരി ഹോസ്പിറ്റലിൽ നടന്ന ടെസ്റ്റിൽ ഞങ്ങൾക്ക് കിട്ടിയത്. അത് അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞത് ലിംഫോമ എന്ന ഒരു ക്യാൻസറാണ് ഇത് എന്നാണ്. പക്ഷേ ദൈവത്തിൻ്റെ സ്നേഹം അല്ലെങ്കിൽ ദൈവം നമ്മളെ എന്തുമാത്രം കരുതുന്നു എന്നതിൻ്റെ തെളിച്ചം അല്ലെങ്കിൽ ആ വെളിച്ചം വരാൻ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അവർ എൻഡോസ്കോപ്പി ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടു. അന്ന് തന്നെ എൻഡോസ്കോപ്പി ചെയ്തു, ബയോപ്സിക്ക് അയച്ചു. അതിൻ്റെ റിസൾട്ട് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് മാർച്ച് 19 ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്നു. മാർച്ച് 19 രാജഗിരി ഹോസ്പിറ്റലിൽ വെയിറ്റ് ചെയ്യുകയാണ് ഞങ്ങൾ ഡോക്ടറുടെ റൂമിന് മുന്നിൽ. വളരെ ടെൻഷനുണ്ടായിരുന്നു. എന്നിരുന്നാലും നമ്മൾ പുറത്തേക്ക് അതൊന്നും കാണിക്കുന്നില്ല. പക്ഷേ നമ്മൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു നമ്മൾക്കൊന്നും ഇങ്ങനെയുള്ള അസുഖങ്ങൾ വരാൻ സാധ്യതയില്ല. കാരണം പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ അല്ലെങ്കിൽ ബ്ലഡ് റിലേറ്റീവ്സിലോ അങ്ങനെയുള്ള പ്രശ്നങ്ങളില്ല. അതുകൊണ്ട് തന്നെ ഇതായിരിക്കില്ല എന്ന ഒരു ധാരണയിലായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ പറയും നമ്മളുടെ മെറിറ്റെല്ലാം തകിടം മറിച്ചുകൊണ്ടുള്ള ഒരു റിസൾട്ടാണ് വന്നത്. ഡോക്ടർ വളരെ കൂളായിട്ട് ഞങ്ങൾ രണ്ടുപേരെയും ഇരുത്തി പറഞ്ഞു, ഇത് ലിംഫോമ ക്യാൻസർ അല്ല, ഇത് സ്റ്റൊമക് അഡിനോ കാർസിനോമ എന്ന് പറയുന്ന വളരെ അഗ്രസീവായിട്ടുള്ള ക്യാൻസറാണ്. അതിൽ തന്നെ 4th സ്റ്റേജിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക അസാധ്യമാണ്. ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. ഇത് കേട്ട് എങ്ങനെയാണ് ആ റൂമിൽ നിന്ന് ഞാൻ പുറത്തിറങ്ങിയതെന്നറിയില്ല. അന്ന് മാർച്ച് 19, 2024 ഞങ്ങൾ തിരിച്ച് തൃശ്ശൂരിലേക്ക് പോകുന്നു. ഈ വിവരം അറിഞ്ഞ് പിറ്റേന്ന് 2024 മാർച്ച് 20 ഞാൻ ഒരു ഇൻ്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി കുറവിലങ്ങാട്
കോളേജിലേക്ക് പോയി. ആ സമയത്ത് ആ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്കൊരു കോൾ വന്ന് ഞാൻ പുറത്ത് വന്ന് അറ്റൻഡ് ചെയ്തു. മാലദ്വീപിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ട് ബാബു എന്നെ വിളിക്കുന്നു. അവൻ ഡിഗ്രിക്ക് എൻ്റെ കൂടെ പഠിച്ചതാണ്. അവൻ്റെ ഒരു കോൾ വന്നിട്ട് പറയുകയാണ്, നിനക്ക് മനുഷ്യന് അസാധ്യമായത് ചെയ്തു തരുവാനായിട്ട് സാധിക്കുന്ന ഒരു സ്ഥലമുണ്ട്, നീ അവിടെ പോകണം. അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്ത് പ്രശ്നമാണെങ്കിലും അത് മാറ്റിത്തരും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. ഇത് കഴിഞ്ഞ് വേറെ അധികം സംസാരിച്ചൊന്നുമില്ല, എന്നെ നിർബന്ധിച്ചിട്ടൊന്നുമില്ല. പക്ഷേ ഇത് കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് രാത്രി എത്തുമ്പോഴേക്കും വൈഫിൻ്റെ അടുത്ത്, റോസ്മിൻ്റെ അടുത്ത്, റോസ്മിൻ്റെ കൂടെ വർക്ക് ചെയ്തിരുന്ന ബിന്നി ടീച്ചറുണ്ട്. ബിന്നി ടീച്ചർ US-ലാണ്. അമേരിക്കയിൽ നിന്ന് ടീച്ചർ ഇതറിഞ്ഞ് ഒരുപാട് സാക്ഷ്യങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ട് പറയുകയാണ്, നീ നാളെ തന്നെ അല്ലെങ്കിൽ പറ്റുന്ന വേഗം തന്നെ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം, നിങ്ങൾക്ക് ഒന്നും മാതാവ് വരുത്തില്ല എന്ന് നമ്മളോട് ഉറപ്പിച്ച് പറഞ്ഞു. ഇത് ഞാൻ എൻ്റെ അനുഭവം പറയാൻ ചെല്ലുമ്പോഴാണ് ഇവൾ എന്നോട് ഇങ്ങോട്ട് അമേരിക്കയിൽ നിന്ന് ബിന്നി ടീച്ചർ ഇങ്ങനെ വിളിച്ചിരുന്നു എന്ന കാര്യം പറയുന്നു. സത്യം പറഞ്ഞാൽ ഈ 20-ാം തീയതി ഇത് അറിഞ്ഞ് 23-ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് ഉണ്ടായത്. കാരണം ആ സമയത്ത് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് ഇവൾ എത്തിക്കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ നേരിട്ട് വന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നിട്ട് ഇവിടെ ഉടമ്പടി എടുത്തു. ഈ അസുഖത്തിന് നമ്മൾ ഇതിനിടയിൽ പല ഹോസ്പിറ്റലുകളിലേക്കും സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കേരളത്തിന് പുറത്ത് മുംബൈ, വെല്ലൂർ തുടങ്ങിയ ഹോസ്പിറ്റലുകളിലേക്ക് ഇതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ട് അയക്കുകയും അവിടെ നിന്ന് സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയും ചെയ്തിട്ടുണ്ട്, മുംബൈ ടാറ്റയിലേക്കും. ഇതിന് പുറമെ അമേരിക്കയിലും UK-യിലുമുള്ള നമ്മുടെ ഫ്രണ്ട്സിന് ഇതിൻ്റെ റിപ്പോർട്ട് അയച്ചു. എല്ലായിടത്തു നിന്ന് നമ്മൾക്ക് കൃത്യമായിട്ട് അവർ വിവരം തന്നു, ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല, ഇത് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ ഇയാളുടെ ആരോഗ്യനില വഷളാവും, ഓപ്പറേഷൻ ഇതിന് സാധ്യമല്ല, റേഡിയേഷൻ ഇതിന് സാധ്യമല്ല, പിന്നെ പാലിയേറ്റീവ് കീമോ എന്ന് പറയുന്ന ഒരു അവസ്ഥ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്, അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് അവരുടെയും അഭിപ്രായമായിരുന്നത്. ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനായിട്ട് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആ ഉടമ്പടി പ്രദക്ഷിണത്തിൽ, ഇപ്പോൾ അവിടെ ഉടമ്പടി പ്രദക്ഷിണം നടക്കുന്ന ഉടമ്പടി പ്രദക്ഷിണത്തിൽ എനിക്ക് മാതാവിൻ്റെ രൂപം കിട്ടി. ആ മാതാവിൻ്റെ രൂപം കിട്ടിയ ആ നിമിഷം മുതൽ എനിക്ക് തോന്നുന്നു ആ പ്രസൻസ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. ഇത് 2024 മാർച്ച് 23-ന് അവിടെ നിന്നും ഞങ്ങളുടെ പുതിയ ഒരു ജീവിത രീതി അല്ലെങ്കിൽ നിത്യതയിലേക്കുള്ള ഒരു ജീവിത ശൈലി ഞങ്ങൾ രൂപപ്പെടുത്തി എടുത്തു തുടങ്ങുകയായിരുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മൾ നിത്യതയിലേക്കുള്ള എക്സ്പ്രസ് ഹൈവേയിലേക്ക് കയറി എന്ന് വേണം അനുമാനിക്കാൻ. കാരണം അവിടെ അതുവരെ ഉണ്ടായിരുന്ന നമ്മളുടെ ഒരു ആവറേജ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്നും മാറി പ്രാർത്ഥന മാത്രം പോരാ, പ്രവൃത്തികളും നമ്മളുടെ ജീവിതത്തിൽ വേണമെന്ന് നമ്മൾ അനുഭവത്തിലൂടെ പഠിക്കാൻ തുടങ്ങുന്നത് മാർച്ച് 23-നാണ്. ഞങ്ങൾ ഈ ഒരു വർഷം ഈ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ആദ്യ വർഷത്തിൻ്റെ ആഘോഷത്തിനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ. കാരണം മാതാവ് ഞങ്ങൾ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ പിന്നാലെ കിട്ടാൻ തുടങ്ങി. ഏപ്രിൽ 3-ന് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും ഞാൻ ഇവളെയും കൊണ്ട് ഇവിടെ വരികയും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ട് തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും കാശുരൂപം തരികയും ചെയ്തു. അന്ന് പലരും പറയാറുള്ള പോലെ തന്നെ സാക്ഷ്യം പറയാൻ ഒരുങ്ങിക്കോളൂ എന്ന് അച്ഛൻ പറയാത്തത് കൊണ്ട് വളരെ വിഷമിച്ചാണ് ഇവളിവിടെ നിന്ന് പോയത്. പക്ഷേ പിന്നീട് ഒരു ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ തന്നെ ഇതിനെക്കുറിച്ച് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ പറയാത്തതിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, കാരണം നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇൻസെൻറ്റീവിൻ്റെ ആവശ്യമില്ല എന്ന് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് പറയാതിരുന്നത് എന്നുള്ളത്. നമ്മളെ സംബന്ധിച്ച് ഇത് ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്നത് ഏപ്രിൽ 8-ന് 3-ന് ഞാനിവിടെ വന്ന് അച്ഛൻ്റെ അനുഗ്രഹം കൈവപ്പ് ശുശ്രൂഷയുടെ അനുഗ്രഹം വാങ്ങിച്ച് ഏപ്രിൽ 8-ന് ഫസ്റ്റ് കീമോ സ്റ്റാർട്ട് ചെയ്യുന്നു. അന്ന് ഞാൻ ഇറങ്ങാൻ നേരത്ത് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു: വിശ്വസിക്കുക മാത്രം മതി, അവൾ സുഖം പ്രാപിക്കും. ഇതാണ് അന്ന് എനിക്ക് കിട്ടിയ വചനം. അക്ഷരം പ്രതി നമ്മളോട് ദൈവം സംസാരിക്കുന്ന ഒരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 3 കീമോ കഴിയുമ്പോഴേക്കും നമ്മളോട് ട്രീറ്റ്മെൻറ്റ് ചെയ്ത കാര്യമില്ല എന്ന് പറഞ്ഞ അതേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് തന്നെ വളരെ ഇമ്പ്രൂവ്മെൻറ്റ് തോന്നുന്നു, നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറയുകയും ആ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് പിറ്റേ ദിവസം വരുമ്പോൾ 99% അസുഖം മാറിയിരിക്കുന്നു. അത്
നമ്മൾക്ക് ഈ പറയുന്ന ഉടമ്പടിക്ക് ശേഷം നടന്ന ഒരു പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത്, ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാമത്തെ ദിവസം, ഞാൻ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, ഉടമ്പടി എടുത്തതിൻ്റെ രണ്ടാമത്തെ ദിവസം ഇമ്മ്യൂണോ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സയ്ക്ക് ഇവളുടെ ബ്ലഡ് മാച്ച് ആകും എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്നൊരു കോൾ വന്നു. ആ ഇമ്മ്യൂണോ തെറാപ്പി സാധാരണ ചിലപ്പോൾ നമ്മളുടെ ബ്ലഡുമായിട്ട് മാച്ച് ചെയ്യില്ലെങ്കിൽ ഇമ്മ്യൂണോ തെറാപ്പിക്കും ചാൻസ് കുറവാണ്. അതുകൊണ്ട് ഇമ്മ്യൂണോ തെറാപ്പി കിട്ടാനായിട്ട് ചാൻസ് ഉണ്ട് എന്നുള്ള വിവരം കൂടി നമ്മൾക്ക് അന്ന് കിട്ടിയിരുന്നു. ഈ 3 കീമോ കഴിയുമ്പോഴേക്കും ഇത്രയും അസുഖങ്ങൾ അല്ലെങ്കിൽ ഇത്ര സീരിയസ് ആയിട്ടുള്ള വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞ ഈ അസുഖം ഇത്രയും മാറ്റാനായിട്ട് ദേവമാതാവിന് സാധിക്കും എന്ന് ഞങ്ങൾക്ക് വളരെ അധികം അടിയുറച്ച് വിശ്വാസമുണ്ടായിരുന്നു. ഉടമ്പടിയെടുത്ത അന്ന് മുതൽ എന്നും വിശുദ്ധ തൈലം, ഉടമ്പടി തൈലമെടുത്ത് 2 നേരവും വയറ്റിൽ കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. ഈ ഉടമ്പടി ഉപ്പ് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുമായിരുന്നു. 6ാമത്തെ കീമോ കഴിഞ്ഞ സമയത്ത് വല്ലാതെ ഷിവറിങ്ങും, അവിടെ എല്ലാ നഴ്സുമാരും ഓടിക്കൂടി എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാത്ത സമയത്ത് ഈ ഉടമ്പടി ഉപ്പ് വായിലിട്ട് 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും ഇവളുടെ ശാരീരിക നില നോർമൽ ലെവലിലേക്ക് മാറുന്ന ഒരു അത്ഭുത കാഴ്ചയും ഞങ്ങൾ കണ്ടു. ഇതിനുശേഷം 6ാമത്തെ കീമോ കഴിയുമ്പോൾ ഞങ്ങൾ ഈ കീമോ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഡോക്ടേഴ്സും അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം, നമ്മൾ വിശ്വസിച്ചിരുന്ന വൈദ്യശാസ്ത്രത്തിൻ്റെ ആ മെറിറ്റെല്ലാം നമ്മളുടെ മുന്നിൽ ബിഗ് സീറോയാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ വിശ്വസിക്കുന്ന മാതാവ് ഇല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഇന്ന് ഞങ്ങൾ ഈ സ്റ്റേജിലെന്നല്ല ഈ ഭൂമിയിൽ ചിലപ്പോൾ ഞങ്ങളുണ്ടാവില്ലായിരുന്നു. അത് വളരെ ഉറപ്പോടുകൂടി ഞങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഈ 6ാമത്തെ കീമോയ്ക്ക് ശേഷം ഡോക്ടർ IV കീമോ നിർത്താം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ജോസഫ് അച്ഛനെ കാണാനായിട്ട് ഇവിടെ വന്ന് ശ്രമിച്ചു. പക്ഷേ 90 ദിവസം ആവാത്തത് കൊണ്ട്, കൈവയ്പ് ശുശ്രൂഷ കഴിഞ്ഞ് 90 ദിവസം ആവാത്തത് കൊണ്ട് അന്ന് കാണാനായിട്ട് സാധിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. പക്ഷേ മാതാവ് അപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്ന അടയാളങ്ങൾ, പ്രസൻസ് നമ്മൾക്ക് വീണ്ടും തരികയായിരുന്നു. ഓഗസ്റ്റ് 22-ന് ഞങ്ങൾ ആദ്യമായിട്ട് ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ പുറത്തിറങ്ങിയ, ഞങ്ങൾ ഈ ട്രീറ്റ്മെൻറ്റിന് തുടങ്ങിയിട്ട് ഹോസ്പിറ്റലിലേക്ക് അല്ലാതെ ഞങ്ങൾ പുറത്തിറങ്ങിയ ദിവസം ഓഗസ്റ്റ് 22-ന് ജൂതപ്പള്ളിയുടെ മുമ്പിൽ, ചേന്നമംഗലത്തുള്ള ജൂതപ്പള്ളിയുടെ മുമ്പിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഒരു കാറ് വന്ന് നിൽക്കുകയും ആ കാറ് ഗ്ലാസ് തുറന്ന് ഒരാൾ ചോദിക്കുകയാണ്, ജൂതപ്പള്ളി അടച്ചോ? ഏകദേശം ഒരു 5:30 മണിയായി കാണും. ഞാൻ നോക്കുമ്പോൾ ജോസഫ് അച്ഛനാണ്. ഞാൻ ഉടനെ ജോസഫ് അച്ഛനെ പോയി കണ്ടു. അച്ഛൻ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. മക്കളുമുണ്ടായിരുന്നു. വളരെ അധികം കോൺഫിഡൻസ്, അല്ലെങ്കിൽ നമുക്ക് മാതാവിൻ്റെ ഒരു സഞ്ചാരി മാതാവാണ് ഞാൻ എന്ന് നേരിട്ട് വന്ന് പറയുന്ന ഒരു ഫീലായിരുന്നു അത്. വളരെയധികം നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത അവസരങ്ങളായിരുന്നു ഇതിന് ശേഷം വളരെ നന്നായി തന്നെ ഉടമ്പടി വസ്തുക്കളും അതുപോലെ നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങളുടെ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. പ്രേക്ഷിത പ്രവർത്തനം വളരെയധികം ചെയ്യാറുണ്ട്. പ്രേക്ഷിത പ്രവർത്തനം ആദ്യമെല്ലാം ഞാൻ സാധാരണ പേപ്പർ പള്ളിയിൽ കുർബാന കഴിയുമ്പോൾ ഒരു ചടങ്ങ് പോലെ എല്ലാവർക്കും കൊടുക്കുമായിരുന്നു. പിന്നീട് എനിക്ക് തോന്നി ഇത് പലരും കൊണ്ടുപോയി വീട്ടിൽ ന്യൂസ് പേപ്പറിൻ്റെ കെട്ടിൽ കൊണ്ടുവയ്ക്കുകയാണ് ചെയ്യുന്നത്. പല സുഹൃത്തുക്കളും എന്നോട് അത് പറഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇതല്ല വേണ്ടത്. ഞാൻ 2ാമത്തെ മാസം മുതൽ ഞാനിത് മാറ്റാൻ തുടങ്ങി. ഓരോ വീടുകളിൽ ചെന്ന് ഞങ്ങളുടെ അനുഭവങ്ങൾ പറഞ്ഞ് ഈ കൃപാസനം പത്രം കൊടുക്കുകയും ഈ അനുഭവങ്ങൾ വളരെ കൃത്യമായിട്ട്, പലർക്കും പല സംശയങ്ങളാണ്, കൃപാസനത്തെക്കുറിച്ച് പറയുമ്പോൾ പല സംശയങ്ങളാണ്. കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ അനുഭവങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കൃത്യമായിട്ട് നമ്മൾ അതിന് മറുപടി കൊടുത്ത് അവർക്ക് പത്രം കൊടുക്കും. വിശ്വാസപ്രമാണം ചൊല്ലി അവരെ മാതാവിലേക്ക് അടുപ്പിക്കാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഈ പത്രം വിതരണം ചെയ്യാറുള്ളത്. സ്കാനാണ് നമ്മൾ ഈ 6 കീമോ കഴിഞ്ഞപ്പോൾ പെറ്റ് സ്കാനാണ് ചെയ്തത്. ഹോസ്പിറ്റലിൽ നിന്ന് നിർദ്ദേശിച്ചനുസരിച്ച് ഈ പെറ്റ് സ്കാനിൽ 0% ക്യാൻസർ സെൽസ് എന്നുള്ള റിപ്പോർട്ട് നമുക്ക് കിട്ടുകയും പരിപൂർണ രോഗശാന്തി മാതാവ് തരികയും ചെയ്തു എന്നുള്ള വളരെ അത്ഭുതകരമായ ഒരു മിറാക്കിൾ എന്ന് തന്നെ ഞങ്ങൾ അതിനെ വിശേഷിപ്പിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അധികം ഞങ്ങളെ വിഷമിപ്പിച്ച ഒരു ദശാസന്ധിയിലൂടെ മാതാവിൻ്റെ മക്കളാക്കി ഞങ്ങളെ ഉയർത്തുകയും ഞങ്ങൾക്ക് ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു അവസരമായി ഇതിനെ മാറ്റുകയും ചെയ്ത അമ്മ മാതാവിനെ കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട്
പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെ ഉയർത്തിയതിനും ഈ തിരുസന്നിധിയിൽ സാക്ഷ്യം പറയാനുള്ള കൃപ നൽകിയതിനും അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിലാണ് ഈ പുറം വേദനയും അതുപോലെ തന്നെ കുറേ ചെക്കപ്പുകൾ കഴിഞ്ഞ് അത് ഒന്നും പോസിബിൾ അല്ലാത്ത ഒരു അഡിനോ കാസിനോമ ഫൈനൽ സ്റ്റേജ് എന്നുള്ള ഒരു വെർഡിക്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് എനിക്ക് ദൈവം ഇത്ര ആയുസ്സാണ് തന്നിട്ടുള്ളൂ, അപ്പോൾ അതിനനുസരിച്ച് മുന്നോട്ട് പോകാം. പക്ഷേ ആ റിസൾട്ട് കിട്ടിയതിൻ്റെ പിറ്റേ ദിവസം ഇതുപോലെ 2 പേര്, എൻ്റെ കൊളീഗായിരുന്ന ബിന്നി ടീച്ചറും പിന്നെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടും വിളിച്ച് പറഞ്ഞു, നിങ്ങൾ നിരാശപ്പെടണ്ട, നിങ്ങളുടെ കൂടെയുണ്ട്, പരിശുദ്ധ മാതാവേ, സഞ്ചാരി മാതാവേ, കൂടെ ഉണ്ടാവണമേ, കൃപാസനത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുക. ബിന്നി ടീച്ചർ പറഞ്ഞു, ഞാൻ കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വരും, നിനക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ കൊണ്ടുപോകാം, അങ്ങനെ പറഞ്ഞു. അപ്പോഴാണ് ഉള്ളിൽ നമുക്കൊരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ ഉള്ള ഒരു സാധ്യതയുണ്ടെന്നുള്ളത് മനസ്സിലായി തുടങ്ങിയത്. ഇങ്ങനെ കുറേ അതിനു മുമ്പ് അച്ഛൻ വന്ന് അച്ഛൻ്റെ കൈവയ്പ്പ് പ്രാർത്ഥന കഴിഞ്ഞ് സാക്ഷ്യം പറയാതിരുന്നപ്പോൾ എനിക്ക് വളരെയധികം വിഷമമായി. പക്ഷേ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ആദ്യത്തെ കീമോ കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അത്ഭുതകരമായ മാറ്റങ്ങളാണ് ഉണ്ടായത്. എനിക്ക് ഒരു സൈഡ് വെച്ചിട്ട് അധികം നേരം കിടക്കാൻ പോലും പറ്റില്ലായിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായില്ല. ഒരു ഫുഡ് കീമോ എടുത്ത ദിവസങ്ങളിൽ ഫുഡ് കഴിക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അതല്ലാതെ വേറൊരു തരത്തിലും എല്ലാവരും പറയുന്ന പോലെ യാതൊരു പ്രശ്നങ്ങളോ എനിക്ക് ക്യാൻസർ ആണെന്നോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് വളരെ ഞാൻ ചോദിച്ചു, എന്താ എൻ്റെ മുടിയൊന്നും കൊഴിയാത്തത്? അതും ഒന്നും ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. എല്ലാവരും എന്നെ വളരെ സിമ്പതിയോടുകൂടി നോക്കുമ്പോഴും എനിക്ക് മാതാവ് എൻ്റെ കൂടെ തന്നെയുണ്ടെന്നുള്ള ഒരു ആത്മവിശ്വാസവും ഉത്തമ ബോധ്യമുണ്ടായിരുന്നു. അത് ഒക്ടോബർ 22 ധ്യാനത്തിൽ അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പറഞ്ഞു, ഈ പ്രാവശ്യം കുറച്ച് പേര് മഴവില്ല് കാണും മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രതീകമായി. അപ്പോൾ എനിക്ക് ചെറിയൊരു ചെസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ 22 കഴിഞ്ഞ് ഒക്ടോബർ 24 എനിക്കത് പനി, ചെറിയ ശ്വാസം തടസ്സമുള്ളതുപോലെയൊക്കെ തോന്നി. ഉടനെ ഹോസ്പിറ്റലിലേക്ക് ഓടി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത്, ഇത് കീമോ ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട്, അത് കാരണം പെട്ടെന്നൊന്നും കുറയില്ല, നിങ്ങൾ രാത്രി കൂടുകയാണെങ്കിൽ രാത്രി തന്നെ വന്ന് എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ആവണം. പക്ഷേ എനിക്ക് ഉള്ളിൽ മാതാവ് എൻ്റെ കൂടെ തന്നെ നടക്കുന്ന എന്നുള്ള ഉത്തമ ബോധ്യം, എനിക്ക് ഒന്നും വരില്ല എന്നുള്ള നല്ല ബോധ്യം ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നോക്കുമ്പോൾ മഴവില്ല്, അങ്കമാലി ആ സൈഡിലെത്തിയപ്പോൾ മഴവില്ല്. അപ്പോൾ ഞാൻ വേഗം ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ മഴവില്ല് മാതാവ് അച്ഛൻ്റെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, മഴവില്ല് മാതാവ് ഇതേ നമ്മുടെ കൂടെ, നമ്മൾ ഒന്നും പറ്റില്ല, എനിക്കൊന്നും സംഭവിക്കില്ല. അപ്പോൾ ഞങ്ങൾ വണ്ടി കുറച്ച് പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം കിട്ടിയില്ല. സൈഡിൽ ഒതുക്കി അതിൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ശ്രമിച്ചു. പക്ഷെ വണ്ടി പാർക്ക് ചെയ്ത് വരുമ്പോഴേക്കും പിന്നെ മഴവില്ല് കാണാതെ. അപ്പോൾ എനിക്ക് ഉത്തമ ബോധ്യം, കാരണം ഒക്ടോബർ 26 അഖണ്ഡ ജപമാലയ്ക്ക് വരാനായിട്ട് ഹസ്ബൻഡ് ഒരുങ്ങിയിരിക്കുമ്പോഴാണ് എനിക്കിങ്ങനെ പനി വന്നത്. അപ്പോൾ ആൾക്ക് പോകാൻ പറ്റുമോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊന്നും സംഭവിക്കില്ല, പനിയൊന്നും കൂടില്ല, ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അഖണ്ഡ ജപമാലയിൽ വന്ന് പങ്കെടുത്തു. അന്ന് ഞാൻ അന്നത്തെ ജപമാല അന്നത്തെ 6 മണിക്ക് ഞാൻ വീണ്ടും അച്ഛൻ്റെ ധ്യാനം എടുത്ത് മഴവില്ലിനെ പറ്റി പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ചു നോക്കി. അപ്പോൾ മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെ പ്രതീകമാണ് ഈ മഴവില്ല് എന്നുള്ളത് മനസ്സിലായി. അന്ന് ഞാൻ ഡേറ്റ് ഇട്ട് സമയമിട്ട് പ്രാർത്ഥിച്ചു. അന്ന് അഖണ്ഡ ജപമാലയുടെ വൈകുന്നേരം 6 മണിയാകുമ്പോഴേക്കും എൻ്റെ പനിയൊക്കെ എല്ലാ അസുഖങ്ങളും മാറ്റണേ എന്നുള്ളത്. പിന്നെ എനിക്ക് 6 മണിയാകുമ്പോഴേക്കും നല്ല ഇടയ്ക്കിടയ്ക്ക് വേർക്കുന്നുണ്ടായിരുന്നു. 6 മണി കഴിഞ്ഞ് ഇടയ്ക്ക് ഞാൻ ചെക്ക് ചെയ്യാനൊന്നും പോയില്ല. 6 മണിക്ക് നോക്കുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് നോർമലായിട്ട്, പനിയില്ല, ഒരു പ്രശ്നവുമില്ല. മാതാവിൻ്റെ സംരക്ഷണം മുഴുവൻ സമയം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഉത്തമ ബോധ്യമായി. അത് കാരണം എനിക്ക് ഇത് ഇങ്ങനെ ഒരു അസുഖം അത് ആണെന്നുള്ളത് പറഞ്ഞാലും എനിക്ക് എല്ലാവരും പറയുമ്പോഴും എനിക്കതിന് ഒന്നും ഒരു ഭയവും തോന്നിയിട്ടില്ല. വളരെയധികം ധൈര്യമാണ് പരിശുദ്ധ അമ്മ എനിക്ക് കൊണ്ടുതന്നില്ല. അടുത്ത ആഴ്ച ഞാൻ ലീവ് കഴിഞ്ഞ് എല്ലാം ഇപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ല. ലീവ് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ വീണ്ടും സർവീസിൽ ജോയിൻ ചെയ്യും. മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തിൽ തുടരാനുള്ള കരുത്തും ചൈതന്യവും ഞങ്ങൾക്ക് തരാനായിട്ട് പ്രാർത്ഥിക്കുന്നു. യോഹന്നാൻ്റെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായത്തിൽ
ലാസറിൻ്റെ ശവകുടീരത്തിങ്കൽ നിന്ന് കണ്ണീർ പൊഴിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ കഴിയും. യേശു പറഞ്ഞു, ലാസറിൻ്റെ ശവകുടീരത്തിങ്കൽ ചെന്നിട്ട് ഈശോ പറയുകയാണ്, 39-ാം തിരുവചനം, ആ കല്ലെടുത്ത് മാറ്റുവീൻ. മരിച്ചയാളുടെ സഹോദരിയായ മർത്ത പറഞ്ഞു, കർത്താവേ, ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായിരിക്കും, ഇത് 4-ാം ദിവസമാണ്. യേശു അവളോട് ചോദിച്ചു, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലേ? വിശ്വസിച്ചാൽ ദൈവമഹത്വം ദർശിക്കുന്ന അനുഭവ സാക്ഷ്യങ്ങൾ കൃപാസനത്തിൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഡോക്ടർ ടോയി തോമസും ഡോക്ടർ റോസ്മിൻ തോമസും, ഒരാൾ അസോസിയേറ്റ് പ്രൊഫസർ സെൻറ്റ് തോമസ് കോളേജിൽ, മറ്റൊരാളും ഡോക്ടറേറ്റ് എടുത്ത് തൻ്റെ വിദ്യാഭ്യാസ മേഖലയിൽ തന്നെ ജോലി ചെയ്യുന്നു. ഒത്തിരിയേറെ തങ്ങളുടെ ജീവിതത്തിൻ്റെ തിരക്കുകളിൽ പോയിരുന്ന നിമിഷങ്ങൾ പ്രാർത്ഥനയൊന്നുമില്ലാതിരുന്നിട്ടല്ല, എന്നാൽ എന്താണ് യഥാർത്ഥത്തിലുള്ള പ്രാർത്ഥനയെന്നും ദൈവസ്നേഹം എന്താണെന്നും അനുഭവിക്കുവാൻ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകൾ, നമുക്ക് സാഹചര്യങ്ങൾ നമ്മെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ഇന്ന് ഇവിടെ വന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ചും തൻ്റെ വൈഫിന് ഉണ്ടായ ക്യാൻസർ എന്ന ഫോർത്ത് സ്റ്റേജിലെത്തിയ ആ ഒരു വലിയ വിപത്തിനെക്കുറിച്ച്, വീണ്ടും അതുമാത്രമല്ല, ഇനി മുമ്പോട്ട് ചികിത്സിക്കാനേ പറ്റില്ല, ഓപ്പറേഷൻ ചെയ്യാൻ നിവൃത്തിയില്ല, അത് ഓപ്പറേഷൻ ചെയ്തിട്ട് കാര്യമില്ല, റേഡിയേഷൻ എടുക്കാൻ സാധിക്കില്ല, കീമോ കൊടുക്കാം, പാലിയേറ്റീവ് കീമോ മാത്രം. അതായത് ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് പാലിയേറ്റീവ് കെയറിൽ, ആ പാലിയേറ്റീവ് യൂണിറ്റിലൊക്കെ കുറച്ച് നാൾ വൈഫിനെ കൊണ്ടുപോയി. അങ്ങനെ ജീവിതം കുറച്ച് നാൾ മുമ്പോട്ട് പോകാൻ, ഒരാശ്വാസത്തോടെ പോകുവാൻ അത്രമാത്രം. ഈ ഒരവസ്ഥയിലാണ് കൃപാസന മാതാവ് ഒരു ഫ്രണ്ടിൻ്റെ രൂപത്തിൽ തനിക്ക് ഫോൺ കോളായിട്ട് വരുന്നത്. പിന്നീട് അങ്ങോട്ട് ജീവിതത്തിൽ തങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ വചസ്സുകളാണ് തങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച ഓരോ സംഭവങ്ങൾ. രണ്ടുപേരും വിദ്യാഭ്യാസമുള്ളവരാണ്. അവർക്ക് ഏതൊക്കെ അറ്റം വരെയും, അതായത് മരുന്നുകൊണ്ട് തങ്ങൾക്ക് ഇതൊക്കെ മാറ്റാൻ സാധിക്കുമെങ്കിൽ മരുന്നുകൊണ്ട് തന്നെ മാറേണ്ട അവസ്ഥയിലേക്കൊക്കെ പോകാൻ അതിനുവേണ്ടി US-ലും അതുപോലെ തങ്ങൾക്ക് ഒത്തിരിയേറെ സ്വാധീനമുള്ള തങ്ങളുടെ ഫ്രണ്ട്സൊക്കെയുണ്ട്. ഈ ഒരവസ്ഥയിൽ യാതൊരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾക്കോ തങ്ങളെ മുമ്പോട്ട് നടത്തുവാൻ സാധിക്കില്ല എന്നുള്ള ഒരു ചിന്ത ഈ ഒരു രോഗാവസ്ഥയിലാണ് ഇവരെ പിന്തുടരുക. പിന്നീട് അങ്ങോട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നു. പിന്നീട് കീമോ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന ആ അവസ്ഥയിൽ നോർമലായിട്ടുള്ള കീമോ സ്റ്റാർട്ട് ചെയ്യുന്നു. 6 കീമോയാണ് പറഞ്ഞത്. അത് 6ഉം പൂർത്തിയാക്കുന്നു. യാതൊരു രീതിയിലും ഈ അസുഖം അഗ്രസീവ് ക്യാൻസറാണ്, 4th സ്റ്റേജിൻ്റെ. അപ്പോൾ ഇതിനൊരു ട്രീറ്റ്മെൻറ്റോ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്ന ഒരവസ്ഥയിൽ ഒരു ഓപ്പറേഷനോ ഒന്നും കൂടാതെ തന്നെ എങ്ങനെയാണ് ഇന്ന് ലാസ്റ്റ് നാം കേട്ടത്, പെറ്റ് സ്കാൻ എടുത്തു. പെറ്റ് സ്കാൻ എടുക്കുമ്പോൾ ഈ ഒരു രോഗത്തിൻ്റെ അംശമൊന്നും ഇന്ന് തൻ്റെ ശരീരത്തിലില്ല. എന്തേ എനിക്ക് കീമോയൊക്കെ എടുത്തിട്ട് മുടി പോകാത്തതെന്ന് ഈ മകൾ തന്നെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേറെ പ്രൊട്ടക്ഷനാണ് പരിശുദ്ധ അമ്മ നൽകുന്നത്. അത് ഈ ദമ്പതികൾക്ക് വ്യക്തമായ കാര്യമാണ്. ഇന്നിവരുടെ ജീവിതം മറ്റൊരു പന്ഥാവിലേക്ക് ദൈവം തിരിച്ചതിൻ്റെ സാക്ഷ്യമാണ് നാം കേൾക്കുക. വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കുമെന്ന് ലാസറിൻ്റെ സഹോദരിയായ മർത്തായോട് പറയുന്ന ഈശോ ഈ മക്കളുടെയും ജീവിതത്തിൽ ഇടപെടുന്നു. അങ്ങനെ തങ്ങളുടെ ജീവിതത്തിലെ വലിയ ഒരു കല്ല് ഉരുട്ടി മാറ്റുകയാണിവർ. അതായത് തങ്ങൾക്ക് അതുവരെയും ഉണ്ടാകാതിരുന്ന പ്രത്യാശ, തങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കും എന്നുള്ള ആ ഒരു വലിയ കല്ല്, അതായത് എല്ലാം തങ്ങളോടൊപ്പമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ പൈസയുണ്ട്, തങ്ങൾക്ക് ഫ്രണ്ട്സുണ്ട്.
ഈ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ ഒന്നുമല്ല. ദൈവം തിരുമനസ്സായാൽ മാത്രമേ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ആരോഗ്യവും നമുക്ക് കിട്ടുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലേക്ക് ഇവർ തിരിച്ചു വരികയാണ്. അങ്ങനെ ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി മാറുന്നു. തങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം എല്ലാറ്റിനും വേറിട്ടൊരു വഴി ഇവർ തേടുകയാണ്. സാധാരണ ചെയ്യുന്നത് പോലെ ചെയ്താൽ പോരാ. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ വന്ന് കാണുന്നുണ്ട്. അച്ഛൻ്റെ കൈവയ്പ് ശുശ്രൂഷ ലഭിക്കുന്നു. അതോടുകൂടിയൊക്കെ തന്നെ തങ്ങൾക്ക് കിട്ടിയ മനോധൈര്യം, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ഓരോ ഘട്ടങ്ങളായി പുരോഗമിക്കുകയും ഇന്ന് ഏറ്റവും നല്ല രീതിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്ക രീതിയിൽ തങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഈ അസുഖത്തിന് ഇന്നിവർ നന്ദി അർപ്പിക്കുകയാണ്. ആ ഒരു അസുഖത്തിലൂടെ തങ്ങൾ കൂടുതൽ ദൈവത്തെ തിരിച്ചറിയുവാനായിട്ട് കഴിഞ്ഞു എന്നാണ് ഈ മക്കൾ ഇവിടെ പറയുക. മഴവില്ലായിട്ട് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 9-ാം അധ്യായത്തിൽ നാം തിരുവചനം വായിക്കുന്നുണ്ട്. ദൈവം നോഹയുമായി ചെയ്യുന്ന ഉടമ്പടി, ഭൂമുഖത്തെ ഇനി ഞാൻ നശിപ്പിക്കില്ല എന്ന് നോഹയുമായി ചെയ്യുന്ന ഉടമ്പടിയുടെ വാഗ്ദാനമാണ് മഴവില്ല്. തങ്ങൾ അമ്മ സാന്നിധ്യമായിട്ട്, സുഗന്ധ അഭിഷേകമായിട്ട്, മഴവില്ലായിട്ട് ഒക്കെ അമ്മ കടന്നു വരുന്ന എത്രയോ അനുഭവങ്ങൾ ഈ അൾത്താരയിൽ തന്നെ നാം കേൾക്കുന്നു. അത് ഓരോ ദിവസവും ആവർത്തിക്കപ്പെടുകയാണ്. വീണ്ടും തങ്ങൾ ഒരു യാത്രയിലും ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കാണാനിടയായതൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ആകസ്മികമല്ല, ഇതൊക്കെ ദൈവത്തിൻ്റെ പദ്ധതിയാണ്. ഈ പദ്ധതി ഇന്ന് തങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നു. അങ്ങനെ യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 40-ൽ 30-ാം തിരുവചനം അരുളി ചെയ്യുന്നുണ്ട്. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം, ചെറുപ്പക്കാർ ശക്തിയേറ്റ് വീഴാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും, ഓടിയാലും തളരുകയില്ല, നടന്നാൽ ക്ഷീണിക്കുകയുമില്ല. ഇന്ന് തങ്ങളുടെ ജീവിതം ഈ രീതിയിലേക്ക് മാറി എന്നാണ് ഈ പ്രൊഫസേഴ്സ് 2 പേരും നമ്മോട് സാക്ഷ്യത്തിലൂടെ പറയുക. നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.